ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ ജയിലിൽ വെച്ച് അങ്ങനെയൊക്കെ ശിവനോട് പറഞ്ഞാൽ ശിവന് നല്ല സങ്കടമുണ്ട്. എങ്കിലും ശിവൻ മനസ്സിൽ പറയുക, സാരമില്ല, ഞാനതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. എനിക്ക് സത്യാമ്മയുടെ യാതൊരു പരിഭവമില്ല. സത്യാമ്മയ്ക്ക് എന്നോട് എന്തും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഈ സമയം സത്യാമ്മയും ജയിലിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ചന്ദ്രയാണെങ്കിൽ ശിവനുള്ള ആഹാരമൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ചോണ്ടിരിക്കുക. ശിവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചേട്ടനിത് എന്താ പറ്റിയത്? സത്യാമ്മയ്ക്കാണെങ്കിൽ ആഹാരം കൊണ്ട് ഒരു പോലീസുകാരിയാണ്ട് ആ സെല്ലിനകത്തോട്ട് കൊണ്ട് കൊടുക്കുവാണ്. ആഹാരം കൊണ്ട് വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ച് കഴിച്ചോ. സത്യാമ്മ പറയും, എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? ആഹാരം കഴിക്കാതിരുന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടേ പോലീസുകാരുടെ മേത്തോട്ട് കുതിര കയറാനായിരിക്കും. എടുത്ത് കഴിക്കാനല്ലേ പറഞ്ഞ്. സത്യാമ്മ ആഹാരം അങ്ങോട്ട് നീക്കി വെക്കുക. ആഹാ, തട്ടി മാറ്റുന്നോ? സപ്രപഞ്ചക്കാട്ടിലിരുത്തി ഊട്ടിത്തരാത്തത് കൊണ്ടാണോ? ഇവിടുത്തെ ഏറ്റവും വലിയ മര്യാദയാണ് ഞാൻ ഈ കാണിച്ചത്. മറ്റുള്ളവർ ഈ മര്യാദ കാണിക്കണമെന്നില്ല. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും വിശപ്പുണ്ടെങ്കിലല്ലേ എനിക്ക് കഴിക്കാൻ പറ്റൂ. എനിക്ക് വിശപ്പില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാനിത് കഴിക്കുന്നില്ല. ആഹാ, അത്രയ്ക്ക് വാശിയാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, ഞാനിത് എടുത്തുകൊണ്ട് പോവുക എന്നും പറഞ്ഞാൽ പോലീസുകാർ സത്യാമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ആഹാരം എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഇവൻ ആഹാരം കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഏട്ടാ, ഇത് എന്തോ നോക്കിയിരിക്കുക? ചോറ് കഴിക്കുന്നില്ലേ? എടി, നീ ചോറ് ഇരിപ്പുണ്ട്? ഉണ്ട്, ചോറും ഉണ്ട്, കറിയുണ്ട്. നീ ആ കത്തിങ്ങെടുത്ത്. എന്തിന്? നീ ആ കത്തിങ്ങെടുത്തോണ്ട് പാടി. ഇവൻ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ആ കത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വെളിയിൽ പോയി ഒരു വാഴയില വെട്ടിക്കൊണ്ടുവന്ന് തുടച്ച് അതിനകത്തൊരു ചോറും കറിയൊക്കെ വിളമ്പോൾ ചന്ദ്ര ഇങ്ങനെ അതിശയത്തോടെ, ചേട്ടാ ഇത് ആർക്കാ? അതൊക്കെ പറയാൻ മോളെ. ശിവൻ അങ്ങനെ ചോറൊക്കെ അങ്ങോട്ട് പൊതിയുവാണ്. ഈ സമയത്ത് രോഹിത്ത് ശ്യാമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുങ്ങുക. ശ്യാമ പറയുന്നത്, എനിക്ക് തീരെ വിശപ്പില്ല രോഹിത്തെ, പറ്റില്ല. ഇന്ന് നിന്നെക്കൊണ്ട് ചോറ് കഴിപ്പിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ തോരൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വിശപ്പില്ല എന്നുള്ള തൻ്റെ സ്ഥിരം നമ്പറൊന്നും ഇന്ന് എൻ്റെ അടുത്ത് ചിലവാകില്ല. അതുകൊണ്ട് ഇന്ന് കഴിച്ചേ പറ്റൂ. രോഹിത്തെ കാര്യം ചെയ്യും, അതവിടെ അടച്ചു വെച്ചാൽ ഞാൻ പിന്നെ എടുത്ത് കഴിച്ചോളാം. ആ നമ്പരും ശ്യാമയെ എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ തന്നെ എടുത്ത് അടുക്കളയെ കൊണ്ട് വെക്കേണ്ടി വരും. രോഹിത്തെ, എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാ. ഇല്ല, എന്നാൽ ഞാൻ ഊട്ടിത്തരാം എന്നും പറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ വാരി കൊടുക്കാനൊരുങ്ങുക. അയ്യേ, അതൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം. എന്നാൽ താൻ കഴിക്കേ. ഇത് മുഴുവൻ താൻ കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെ ശ്യാമ ആഹാരം കഴിക്കാൻ തുടങ്ങുവാണ്. രോഹിത്ത് പറയാം, ആഹാ, അപ്പം വിശപ്പുണ്ടായിരുന്നില്ലേ? കള്ളം പറഞ്ഞതല്ലേ? അല്ല രോഹിത്തെ, എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ സങ്കടം വന്ന് എൻ്റെ മനസ്സിലിങ്ങനെ, എൻ്റെ നെഞ്ചിലിങ്ങനെ അടഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു രോഹിത്തെ. ഇതെല്ലാം മാറുമെന്നല്ലേ ഡോക്ടർ നമ്മളോട് പറഞ്ഞ്? എനിക്കറിയില്ല രോഹിത്തെ. രോഹിത്ത് എന്നോടൊപ്പം ഉണ്ടാണ്, ഞാൻ തന്നോടൊപ്പം ഉണ്ട്. താൻ പറ, എന്തൊക്കെയാണ് തൻ്റെ പ്രശ്നം? എനിക്ക് പപ്പിമോളെ ഒന്ന് കാണണം. അവൾ എന്നിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് എൻ്റെ മനസ്സ് എൻ്റെ കൈവിട്ട് പോയത്. എനിക്കത് തിരിച്ചു പിടിക്കണം. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയി പപ്പിമോളെ കാണാമല്ലോ? പറ്റില്ല രോഹിത്തെ, എനിക്ക് ഇപ്പം തന്നെ പോയി കാണണം. എന്താ ശ്യാമ ഇത്? പപ്പിമോളിപ്പോൾ ഉറങ്ങി കാണില്ലേ? പെട്ടെന്ന് ശ്യാമയുടെ ആ ഭാവം അങ്ങ് മാറി ദേഷ്യത്തോടെ, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പം തന്നെ കാണണം. അമ്മേ, നമ്മൾ ഈ അസമയത്ത് കയറി ചെല്ലുമ്പോൾ അവരൊക്കെ എന്ത് വിചാരിക്കും? നമുക്ക് നാളെ രാവിലെ തന്നെ പോയേക്കാം. എന്താ, പോരാ? അമ്മ, ഈ രാത്രിയിൽ എങ്ങനെ? ഇത്രയേ പറഞ്ഞുള്ള രോഹിത്ത് പെട്ടെന്ന് ഭ്രാന്തിയെ പോലെ ആ ചോറും പാത്രം എടുത്ത് തല്ലി പൊട്ടിക്കുവാണ്. എന്നിട്ട് പറയുന്നത്, പോകണമെന്ന് വെച്ചാൽ എനിക്ക് പോകണം. സമനില തെറ്റിയ പോലെ പെട്ടെന്ന് രോഹിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ചിട്ട്, എന്നെ കൊണ്ടുപോകില്ലേ? എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോകില്ലേ? എനിക്ക് എൻ്റെ മോളെ ഇപ്പം കാണണം. ശരി ശ്യാമേ, കൊണ്ടുപോകാം. എനിക്ക് എൻ്റെ മോളെ ഇപ്പം കണ്ടേ പറ്റൂ. ഭ്രാന്തിയെ പോലെ അലറുവാണ് ശ്യാമ. രാഘവേട്ടൻ ദേഷ്യത്തോടെ ഇന്ന് പുറകുർത്തോണ്ടിരിക്കുക. അയാളായിരുന്നു എനിക്ക് ആകെ ഒരു സഹായത്തിനുള്ളത്. ഞാനിനി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആരെ വിളിക്കും? അയാളെ ഓടിച്ചു വിടുകയും ചെയ്തു. അയാളെ വഴക്ക് പറഞ്ഞ പിന്നെ അയാൾ പോകാതിരിക്കുമോ? അയാൾ എന്തിനാ ഈ ചീത്തയൊക്കെ കേട്ടോണ്ട് ഇവിടെ കിടക്കേണ്ടത്? അയാൾ പറഞ്ഞത് കറക്റ്റാ. ആ കൊച്ചൊരു സങ്കട കടലാ. ഞാനിനി അത് കേട്ടോണ്ടാണ് വരുന്നത്. അച്ഛാ, ദാണ്ട ഗുളിക കഴിച്ചില്ലേ? പൊന്നി എന്തേ? പൊന്നി എടുത്തോണ്ട് വരാൻ പറ. പൊന്നി ദാണ്ട കുഞ്ഞിൻ്റെ അടുത്താ. രാഘവേട്ടനൊരു വല്ലാത്ത ഭാവത്തിൽ പറയുക. അപ്പോഴാ കൊച്ചിനെ നോക്കാനേ ഇവിടെ ആളുള്ളൂ, എൻ്റെ കാര്യം നോക്കാൻ ആളില്ല. ഒരാളുണ്ടായിരുന്നു, അയാളെ ഇവിടെ ഓടിച്ച് വിടുകയും ചെയ്തു. മിക്കവാറും ഇനി മരുന്നും വെള്ളമൊന്നും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. എന്തിനാച്ചാ ഇങ്ങനെ മൊന വെച്ച് സംസാരിക്കുന്നത്? അച്ഛൻ്റെ കാര്യം മുടങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ മരുന്നും വെള്ളമായിട്ട് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ച്. അതെ, രാത്രി ആയതുകൊണ്ട് ഇപ്പം നീ എടുത്തോണ്ട് വന്ന്. പകലാണെങ്കിലോ എനിക്ക് മരുന്നും വെള്ളം എടുത്തുതരാൻ ആരാ ഇവിടെ ഇരിക്കുന്നത്? പിള്ള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. സമയാസമയം കൃത്യമായിട്ട് എനിക്ക് ഓരോന്നും എടുത്ത് തരുമായിരുന്നു. പിന്നാണെങ്കിൽ പൊന്നിക്കാണെങ്കിൽ പിടിപ്പത് പണിയുമായി. ഇനിയിപ്പോൾ ചുമച്ചും കുറച്ചും വടക്കോട്ടും നോക്കി ഇരുന്നാൽ മതി. തെക്കോട്ട് വരുന്ന വണ്ടിയൊക്കെ എണ്ണ. അച്ഛൻ എന്തുവായി പറയുന്നത്? പിള്ളച്ചേട്ടനെ ഞാനായിട്ട് പറഞ്ഞു വിട്ടതല്ലോ. പിള്ളച്ചേട്ടൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ കൊണ്ടപ്പോൾ ഞാനതൊന്ന് തിരുത്താമെന്ന് കരുതിയതേ ഉള്ളൂ. അതിന് പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. പോയാലും പിള്ളച്ചേട്ടൻ എവിടം വരെ പോകും? അച്ഛനെ പിരിഞ്ഞിരിക്കാൻ പിള്ളച്ചേട്ടനാവുമോ? അച്ഛൻ നോക്കിക്കോ, നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ പിള്ളച്ചേട്ടനുണ്ടാകും. ഇതങ്ങനെ എന്നും പോകുന്ന പോലൊന്നും അല്ല. ഇപ്രാവശ്യം പിള്ള കരുതി കൂട്ടി തന്നെയാണ് പോയത്.
കാരണം അയാൾ പറഞ്ഞാൽ സത്യമുണ്ട്, ആ കുഞ്ഞ് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആ സമയത്ത് ശാരികയുടെ കുഞ്ഞ് കരയുന്നുണ്ട്. പൊന്നി കുഞ്ഞിൻ്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുക. അത് കേട്ടിട്ടുടനെ രാഘവൻ നായർ തുടങ്ങി, അതിൻ്റെ കീറിപ്പൊളിക്കൽ തുടങ്ങി. ഇനി മനുഷ്യനിവിടെ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. അവയെ കരയല്ലേ പൊന്നിയാൻറ്റി, വേഗം വരാവേ എന്നും പറഞ്ഞ് പൊന്നി കുഞ്ഞിനെ ആ കട്ടിലേക്ക് കിടത്തിയിട്ട് പോകുന്നുണ്ട്. രാഘവൻ നായരുടെ സ്വഭാവത്തിന് ആകെ മാറ്റം. അല്ല, ഈ വീട്ടിലുള്ളവരെ സ്വസ്ഥത കളയാൻ വേണ്ടിയാണ് ഈ കൊച്ചിനെ നിന്റെ വീട്ടുകാരിങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതുവരെ ശാലിനിയോട് എന്ത് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ആ പിള്ളയുടെ വാക്ക് കേട്ട് രാഘവൻ നായരും ആകെ അന്ധവിശ്വാസത്തിൽ മുഴുകിപ്പോയി. എന്തൊക്കെയാ അച്ഛാ ഈ പറയുന്നത്? അതൊരു കുഞ്ഞല്ലേ? രാഘവേട്ടനങ്ങ് ദേഷ്യം. അയാൾ പല്ല് കടിച്ചിട്ടുണ്ട്. കുഞ്ഞ് ചീവീടിൻ്റെ ശബ്ദം അതിന് കാതിനകത്തോട്ട് ഇരച്ച് കയറുക. ഈ ഒരു കൊച്ചു മതി ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം സ്ഥലവും വീടും വിറ്റേ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ. പൊന്നി ശാലിനിയോട് പറയാം, കുഞ്ഞിൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാവോ? അടിച്ച പണി 18 നോക്കി, കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. രാഘവൻ നായർ പരിഹാസത്തോടെ, ആ കൊച്ചു നിർത്തത്തില്ല, നിർത്തിയാലേ അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതിന്. രാഘവൻ നായർ ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങി പോവുക. ശാലിനി നാണ്ട മരുന്നെല്ലാം പൊന്നിയുടെ കൈ കൊടുത്തിട്ട്, പൊന്നി ഇതെല്ലാം ഒന്ന് കൊടുത്തേക്കണേ. ശാലിനി കുഞ്ഞെ, രാഘവൻ സാറിനോടൊന്നും പറയാൻ നിൽക്കണ്ട, ആ പിള്ളച്ചേട്ടൻ പോയതിൻ്റെ ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതാ. ശാലിനി കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെല്ല്. കുറച്ച് കഴിയുമ്പോൾ രാഘവൻ സാർ തനിയെ വന്ന് കിടന്നോളും. രാഘവൻ നായർ അവിടെ നിന്നോണ്ട് ചോദിക്കുന്നു, എന്തവാടി രണ്ടുപേരോട് അവിടെ നിന്ന് മന്ത്രിക്കുന്നത്? ശാലിനി പൊന്നിയോട് പറ, ഞാൻ കുഞ്ഞിനെ എടുത്ത് ഇപ്പം തന്നെ കരച്ചിൽ മാറ്റാം. സാറേ, ഈ ഗുളിക കഴിക്ക്, കൊണ്ടുപോടി അവിടുന്ന്, അവൾ മരുന്നും വെള്ളമായിട്ട് വന്നേക്കുന്നു. ഈ സമയം ശിവൻ നല്ല ചോറും പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ ബൈക്കിൽ വരുന്നുണ്ട്. അത് സത്യാമ്മയ്ക്കുള്ള ചോറാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ശിവൻ ഭക്ഷണമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ വാതക്കലിരിക്കുന്ന പോലീസുകാരി ചോദിക്കും, എന്താ സത്യാമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതാ, കഴിച്ചില്ല. അതെനിക്കറിയാം, വലിയ വാശിക്കാരിയാ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞുകൊണ്ട് വന്നേ. അയ്യോ, ചോറ് കൊടുക്കാനാണോ? അത് നടക്കില്ല. സോമശേഖരൻ സാറ് വന്ന് കണ്ടാൽ പിന്നെ തീർന്നു. അതിനയാൾ പോയില്ലേ, മൂക്കറ്റം വലിച്ചു കയറ്റി അച്ചിയൻ തല്ലിയിട്ട് അയാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. സത്യമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞ് രാവിലെ പറഞ്ഞു വിട്ടതല്ലേ? ആ വഴക്ക് എപ്പോഴും ഉണ്ടാകുന്ന, പിന്നെ അങ്ങ് തണുക്കും. നിങ്ങളത് കണ്ടോ? ഈ ചോറ് എന്നെ ഒന്ന് കൊടുക്കാൻ സമ്മതിക്കുമോ? നിങ്ങൾ ശരിക്കും സത്യാമ്മയുടെ മകൻ തന്നെയാണോ? ശിവൻ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് ഈ ഭക്ഷണം സത്യാമ്മയ്ക്കൊന്ന് കൊടുത്തേ പറ്റൂ. അപ്പോൾ പോലീസുകാർ പറയും, എന്നാൽ വരൂ എന്നും പറഞ്ഞ് ശിവനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്കടത്തോടെ സത്യാമ്മ ഇങ്ങനെ സെല്ലിൽ ഇങ്ങനെ കാല് നീട്ടിക്ക് അങ്ങനെ ഇരിക്കുക. ശിവൻ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശിവനും പെട്ടെന്ന് ആ സെല്ലിൻ്റെ അടുത്ത് വാതക്കൽ അങ്ങ് ഇരുന്ന്, എന്നിട്ട് സത്യാമ്മയെന്ന് വിളിക്കും, നീ എന്താ പിന്നെയും വന്നോ? ഞാൻ സത്യാമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞോ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ? എന്തായാലും ഞാൻ കൊണ്ടുവന്നു പോയില്ലേ, ഇനി എങ്ങനെ ഇത് മടക്കി കൊണ്ടുപോകുന്നു? ഇതൊന്ന് തുറന്നു തരുമോ? ആ പോലീസുകാരോട് ചോദിക്കുക. അങ്ങനെ അവർ ആ വാതിൽ തുറന്നു കൊടുക്കുന്ന ശിവൻ ആ ഭക്ഷണം കൊണ്ട് അടുത്തോട്ട് കയറി നിന്നിട്ട്, സത്യാമ്മ കഴിച്ചാട്ടെ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നല്ല ഒന്നാന്തരം ചുട്ടരിച്ച ചമ്മന്തി, ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞോടാ. സത്യാമ്മ ഇത് കഴിക്ക്. ഇപ്പം കഴിച്ചില്ലെങ്കിലേ സോമശേഖരനങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നീ പിന്നെയും വന്നോടാന്ന് പറഞ്ഞ് എന്നെ എടുത്തിട്ട് അവൻ ഇടിക്കും. പിന്നീട് ഇവിടെ ബഹളമാവ. എടാ ശിവ, അതല്ലേ സത്യാമ്മ ഞാൻ പറഞ്ഞത്? സത്യാമ്മ ഈ ഭക്ഷണം കഴിച്ചാൽ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോയേക്കാം. ഈ പാതിരാത്രിക്ക് ഇവിടെ വരെ ഞാൻ ഓടിക്കൊണ്ടുവന്നതല്ലേ. എൻ്റെ സത്യാമ്മ ഇത് കഴിക്കുക. അങ്ങനെ ശിവൻ എൻ്റെ ചോറിൻ്റെ പൊതിയൊക്കെ അഴിച്ചങ്ങോട്ട് നിരത്തി വെക്കുക. സത്യാമ്മ എളുപ്പം കഴിക്കുക. ആ സോമശേഖരനങ്ങനെ ഇങ്ങോട്ടെങ്ങനെ വന്നാലേ. എടാ ശിവ, മുളക് ചുട്ടരച്ചാണോ ചമ്മന്തി അരച്ചത്? പാവ സത്യാമ്മ വിശന്ന് കറങ്ങിയിരിക്കുമായിരുന്നു. അതെൻ്റെ സത്യാമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അതിഞ്ഞോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ സത്യാമ്മയ്ക്ക് വാരിത്തരാം എന്നും പറഞ്ഞ് ശിവൻ ഇങ്ങനെ ചോറ് വാരി സത്യാമ്മയുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. സത്യാമ്മ സങ്കടത്തോടെ ശിവനെ നോക്കുവാണ്. ഇവൻ്റെ ഉള്ളിലിരുന്ന് വിഷ്ണുവാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ശിവന് ഭയങ്കര സന്തോഷമുണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ ചോറ് വാരി കൊടുക്കുമ്പോൾ. ഒരു കുഞ്ഞിന് അമ്മ ചോറ് വാരി കൊടുക്കുന്ന പോലെ സ്നേഹത്തോടെയാണ് ശിവൻ സത്യാമ്മയ്ക്ക് ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നത്. ചെറിയൊരു പരിഭവത്തോടെ സത്യാമ്മ പറയും, നീ ഇവിടെ കുത്തിയിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ കഴിക്കുന്നത്. സോമശേഖരനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് തോന്നുന്നു. അവനൊരു കാർ ഏതാണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഇവൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടു. ആ ബൈക്കിലോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് അവൻ അകത്തോട്ട് കയറി പോകുന്നത്. എടാ നീ കഴിച്ചായിരുന്നോ? ആ ഞാൻ കഴിച്ച്. സത്യാമ്മ ഇത് മുഴുവനും കഴിക്കണേ. പെട്ടെന്ന് സത്യാമ്മ കുറച്ച് ചോറ് വാരി ശിവൻ്റെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ശിവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് സത്യാമ്മ അവന് ചോറ് വാരി കൊടുക്കുമ്പോൾ. എടാ നീ പിന്നെയും വന്നോ എന്നും പറഞ്ഞാണ്ട് സോമശേഖരൻ അവിടെ ഒന്ന് നിൽക്കുക. എടാ നിന്നെ ഇവിടെ നിറക്കി വിട്ടതല്ലേ? എന്നിട്ട് പോലീസുകാരോട് പറയാ ഇവൻ വിഷം കലർത്തിയായി ചോറ് കൊണ്ടുവന്ന് കൊടുത്തതെങ്കിലോ? എല്ലാവരും പിന്നെ തൂങ്ങത്തില്ലേ? ഞാനെന്തോ പുറത്തോട്ടിറങ്ങിയപ്പോഴേക്കും തോന്നിവാസം കാണിക്കാമെന്ന് വിചാരിച്ചോ? ശിവൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട്, വേണ്ട സോമശേഖര, ഈ പാവത്തിനെ ഒന്നും പറയണ്ട, ഞാൻ നിർബന്ധിച്ചകത്ത് കയറിയതാ. ആ പോലീസുകാരിയെ വഴക്ക് പറയുന്നത് ശിവന് സഹിച്ചില്ല. എനിക്ക് കുറച്ച് ഭക്ഷണം സത്യാമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു.
ഇനി സത്യാമ്മ ഇവിടെ നിറക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കളാം. എടാ, നിന്റെ കളക്ടർ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നീടാണ് ഒരധികാരമില്ലാത്ത നീ. നാളെ ഉച്ചയ്ക്ക് ഞാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതുവരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ ഇവരെ ചെയ്യും. സോമശേഖരൻ്റെ ആ വാക്ക് ശിവന് സഹിക്കൂ, അതും ശിവനുള്ളിലിരിക്കുന്ന വിഷ്ണുവിന്. ശിവൻ പറയുക, ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന സ്ത്രീയാണെന്ന്. അവരുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നീ ഇട്ടാൽ. സോമശേഖര, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നീ പിന്നെ കുടുംബം കാണില്ല. എന്താടാ നീ പോലീസുകാരനോട് വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞ് ശിവൻ്റെ ഷർട്ടിൻ്റെ കോളറെ കയറി പിടിക്കുവാണ്. എടോ, വെല്ലുവിളിക്കുന്നത് ജയിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്, തനിക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ശിവനോട് വെല്ലുവിളിക്കാൻ വരാവുള്ളൂ. കാരണം ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് ബന്ധമാണെന്നൊന്നും താൻ എന്നോട് ചോദിക്കണ്ട. പക്ഷേ ഈ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ സെൻട്രൽ ജയിലിൽ കയറി 12 വർഷം കളഞ്ഞാലും സാരമില്ലെന്ന് കരുതി ഞാനങ്ങ് കയറും. അറിയാമല്ലോ ശിവനെ, എനിക്കിത് നിയോഗവാ, എനിക്കിത് വിയോഗമായി മാറരുത്. സത്യാമ്മ ഭക്ഷണം കഴിച്ചോ? ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. സംഹാരമൂർത്തിയെപ്പോലെ ശിവൻ നിന്ന് തിളയ്ക്കുവാണ്. സോമശേഖരനോട് പറയാം, ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, പച്ചയ്ക്ക് കത്തിച്ച് കളയുന്നില്ല ഞാൻ. ശിവൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. സോമശേഖരൻ ആ പോലീസുകാരോട് പറയാം, ഇനി ഒരുത്തനെ ഇതിനകത്തോട്ട് കയറ്റി വിട്ടേക്കരുത്. ശരി സാറേ. സത്യാമ്മ ആകെ സങ്കടത്തോടെ ഇങ്ങനെ ആ ചോറും നോക്കി ഇങ്ങനെ ഇരിക്കുക. ശിവൻ ഇങ്ങനെ വണ്ടിയെ പോകുന്നെങ്കിലും സത്യാമ്മയെക്കുറിച്ചുള്ള ചിന്തിച്ചാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ശിവൻ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ടുള്ള പോക്കാണ്. ഇനി എന്തായിരിക്കും ശിവൻ അവിടെ ചെയ്യാൻ പോകുന്നത്? സോമശേഖരനും സുസ്മിതയും ചേർന്ന് നടത്തിയ കള്ളക്കളികളെല്ലാം ശിവൻ വെളിച്ചത്ത് കൊണ്ടുവരുമോ? സത്യാമ്മ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? രാഘവൻ നായർ ശാരികയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോ? ഇനി അതിനെ ചൊല്ലി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.